ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സാധാരണ നമ്മൾ ഓഫീസിലൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ പ്രധാന പ്രോബ്ലം എന്ന് വെച്ചാൽ മീറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കാര്യം അറിയാമെങ്കിലും സംഭവം നല്ല വെടിപ്പിന് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ കഴിവില്ല. അപ്പോൾ പലരും അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയും ചിലപ്പോൾ ആക്സെൻറ്റ് ട്രെയിനിങ് ആയിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാൻസി ആയിട്ടുള്ള വൊക്കാബുലറി ആയിരിക്കും വേണ്ടി വരിക. പക്ഷേ കുറേ ഓഫീസുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ പറയാണ്, നല്ല രീതിയിൽ നമ്മൾ ഓഫീസിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഫാൻസി ആക്സെൻറ്റോ വൊക്കാബുലറി ഒന്നുമല്ല വേണ്ടത്. അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല ഡിഫറൻസ് നിങ്ങളുടെ ചുറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഫീൽ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഡിഫറെൻ്റ് ആവണത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് മീറ്റിങ്സിലോ അല്ലെങ്കിൽ ഓഫീസ് എൻവയൺമെൻറ്റിലൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുമ്പം ആക്ച്വലി സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ കുറച്ച് എക്സാക്ട് ഫ്രേസസ് നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ എൻവയൺമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടെ നമ്മൾ എങ്ങനെ കൃത്യമായിട്ടത് അവതരിപ്പിക്കുക, ക്ലാരിറ്റിയോടുകൂടി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പൊളിച്ചടക്കേണ്ട ഒരു മിത്ത് എന്താണെന്ന് അറിയോ? കോൺഫിഡൻസ് കംസ് ഫ്രം പെർഫെക്റ്റ് ഗ്രാമർ എന്ന് അല്ല. കോൺഫിഡൻസ് കംസ് ഫ്രം ക്ലാരിറ്റി ആൻഡ് കൺട്രോൾ. അതാണ് നമ്മുടെ തലയിൽ എപ്പോഴും സെറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തുമ്പോഴല്ല, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തി എന്നതല്ല ഒരു പ്രശ്നം. ക്ലാരിറ്റി, കൺട്രോൾ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ പറയാണ്, ആക്ച്വലി ഐ വാസ് തിങ്കിങ് മേ ബി ഇഫ് പോസിബിൾ വി ക്യാൻ ട്രൈ ടു സോർട്ട് ഓഫ് ചേഞ്ച് ദ ടൈം ലൈൻ. ഇതിൽ എന്താ അയാൾക്ക് വേണ്ടത്? ടൈം ലൈൻ ചേഞ്ച് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ തീരെ കോൺഫിഡൻ്റ് അല്ലാണ്ട് പൊതുവേ നമ്മൾ പറയുന്നൊരു രീതിയാണിത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രേസ് ഞാൻ പറഞ്ഞുതരാം. ഐ സജസ്റ്റ് വി മൂവ് ദ ഡെഡ് ലൈൻ ബൈ 1 വീക്ക്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ടും നല്ല കൺട്രോളോട് കൂടി നമ്മളത് പറഞ്ഞു. ഐ സജസ്റ്റ്, എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനത്തെയാണ്. എന്താണ്? വി മൂവ് ദ ഡെഡ് ലൈൻ ബൈ 1 വീക്ക്. സെയിം ഐഡിയ ആണ്, സെയിം ഇംഗ്ലീഷ് ലെവലാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? 3 കാര്യങ്ങളാണ്. ഷോർട്ട് സെൻറ്റൻസസ് നമ്മൾ വെറുതെ ആൻഡും ബട്ടൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ വലുതാക്കി കൊണ്ടുപോകുന്നത് തീരെ ക്ലാരിറ്റി കൊണ്ടുവരില്ല. ആൾക്കാർക്ക് എപ്പോഴും എന്താണ് ഇയാൾ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ വേർഡ്സിൻ്റെ ഇടയിൽ ആ മാറ്റർ മിക്കവാറും നമ്മൾ കൈവിട്ട് പോയിട്ടുണ്ടാവും. രണ്ടാമത്തത് ക്ലിയർ സ്ട്രക്ചർ ആണോ, വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് ആ സെൻറ്റൻസ് സ്ട്രക്ചർ അവതരിപ്പിച്ചു. മൂന്നാമത്തത് കാം ഡെലിവറി. പതുക്കെ പറയാം, ധൃതി പിടിക്കണ്ട, സമാധാനത്തിൽ സംസാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ അപ്പുറത്തെ ആൾക്ക് കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാവും. മറ്റേത് നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ അവരുടെ മേളിലേക്ക് കൂടി ഇട്ട് കൊടുക്കും. ഇയാൾ എത്രയും സ്ട്രെസ്ഡ് ആവുന്നു, നമ്മുടെ കൂടെയുള്ളവർ അതുപോലെ സ്ട്രെസ്ഡ് ആവും, അല്ലെങ്കിൽ അവരിത് ചിന്തിച്ച് തല പുണ്ണാക്കും, ഇത് എന്താ ഈ പറയാൻ വരുന്ന ഇയാൾ എന്നുള്ളത്. അല്ലെങ്കിൽ ആ മെയിൻ കോർ കാര്യങ്ങൾ വിട്ടുപോകും കുറേ ജാർഗൺസും വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ. സിമ്പിളായി ക്ലിയർ സ്ട്രക്ചറിൽ അത് അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ കാമായിട്ട് കൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ മാറാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫോർമുല. കോൺഫിഡൻസ് ഈക്വൽ ടു സിമ്പിൾ ഇംഗ്ലീഷ് പ്ലസ് ക്ലിയർ തിങ്കിങ്. തലയിൽ അധികം ആലോചിച്ച് കൂട്ടാണ്ട് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഇനി അടുത്ത കാര്യം, നമ്മൾ പലപ്പോഴും ഈ മീറ്റിങ്സിലൊക്കെ നെർവസ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് റീസൺ വി ഗെറ്റ് നെർവസ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറവ് കൊണ്ടല്ല നെർവസ് ആവണത്. പലപ്പോഴും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, മലയാളത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് മാറ്റുമ്പോൾ ഉള്ളൊരു സമയം, പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നുള്ള പ്രഷർ, പിന്നെ ക്ലാസിക്കായിട്ട് ഞാനിതൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ്. ഈ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ വേറെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളും ജഡ്ജ് ചെയ്തിരിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഈ ജഡ്ജ്മെൻ്റൽ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യും വേറെ ആൾക്കാരുടെ ഡിഫറൻസസ്. എന്ന് വെച്ചാൽ മിക്കവാറും ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലാത്ത ആൾക്കാരാണ് ഈ ഇംഗ്ലീഷിനെ കുറിച്ച് ഇത്രയും വറി ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ അവർക്ക് വേറൊരു ലാംഗ്വേജ് അറിയാം,
അവർ വേറെ എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള അവരോടുള്ള റെസ്പെക്റ്റും, ഇനിയിപ്പോൾ നമ്മളാണ് അങ്ങനെ ചെയ്യുന്നതിന് നമ്മളോടുള്ള റെസ്പെക്റ്റും അല്ലേ, നമ്മളും പണിയെടുത്ത് പഠിച്ച് അല്ലേ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള ഒരു കാഴ്ചപ്പാട് വ്യത്യാസം തന്നെ നമുക്ക് കുറേ റിലാക്സേഷൻ തരും. ഈ ബ്രെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ജഡ്ജ് ചെയ്യുമല്ലോ, എൻ്റെ സെൻറ്റൻസ് പെർഫെക്റ്റ് അല്ലല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അയ്യോ അവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ സെൻറ്റൻസ് തെറ്റിപ്പോയിട്ടുണ്ടോ, അയ്യോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എക്സ്ട്രാ വർക്ക് ചെയ്യുക. ശരിക്കും ബ്രെയിൻ എന്തിനാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ആ മീറ്റിങ്ങിൽ അവതരിപ്പിക്കേണ്ട സംഗതിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രെസ്ഡ് ആവും. നമ്മളിപ്പോൾ മലയാളം പറയുമ്പോൾ തന്നെ നമ്മൾ പെർഫെക്റ്റ് മലയാളത്തിലല്ല സംസാരിക്കാറ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് പറയാറ്. അപ്പോൾ അതിലെപ്പോഴും ഫോക്കസ് ചെയ്യുക. നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് എയിം ചെയ്യേ വേണ്ട. അത് ഇവഞ്ച്വലി വരുന്ന, പ്രാക്ടീസ് ചെയ്ത് വരുന്ന, അത് എയിം ചെയ്താൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ നെർവസ് ആണ്, ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രീ ബിൽറ്റ് സെൻറ്റൻസസ് ആണ്. പ്രീ ബിൽറ്റ് സെൻറ്റൻസസ് എന്ന് വെച്ചാൽ ടെംപ്ലേറ്റ്സ് പോലെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന, ഈ കോർപ്പറേറ്റ് വേൾഡിൽ എപ്പോഴും അങ്ങനത്തെ കുറച്ച് ടെംപ്ലേറ്റ്സും സെൻറ്റൻസസും ആൾക്കാർ യൂസ് ചെയ്യും. അത് നിങ്ങൾ ടിപ്പിക്കൽ മീറ്റിങ്സ് ഇങ്ങനെ കുറച്ച് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടിപ്പിക്കൽ കുറേ സെൻറ്റൻസസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയണം, അപ്പോൾ നിങ്ങളെങ്ങനെ പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഐഡ് ലൈക്ക് ടു ആഡ് സംതിങ് ഹിയർ. അതൊരു സ്ട്രക്ചറാണ് പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യുന്ന. ഐഡ് ലൈക്ക് ടു ആഡ് സംതിങ് ഹിയർ. ഒരു കുറച്ച് കാര്യം എനിക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ താല്പര്യമുണ്ട്, അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ, എൻ്റെ ഒരു വീക്ഷണത്തിൽ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറയണ കാര്യം വേറെ ആൾ പറഞ്ഞ അഭിപ്രായത്തിനെക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഐ സീ ഇറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്ലി. ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ സംഭവം അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നത്. ഐ സീ ഇറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്റ്റാർട്ടിങ് സെൻറ്റൻസ് കറക്റ്റായിട്ട് വരുമ്പം അല്ലേ, ഇപ്പോൾ ഒരാളോട് പറഞ്ഞിട്ട് ഐ സീ ഇറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇങ്ങനെ വരും. ആ സ്റ്റാർട്ടിങ് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് ആ പോകുന്ന ഡയറക്ഷൻ റെഡി ആവും. ഓക്കെ, അപ്പോൾ അതിങ്ങനത്തെ കുറച്ച് ടെംപ്ലേറ്റ്സ് പഠിച്ചു വയ്ക്കാം. പൊതുവെയുള്ള കുറച്ച് കോമൺ സ്റ്റാർട്ടേഴ്സ്, ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഫ്രം മൈ എക്സ്പീരിയൻസ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ അത്? സിമ്പിളാണ്, സിമ്പിൾ മതി, അതാണ് ഞാൻ പറയണത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിളല്ലേ, മൂന്നെണ്ണം. ഇത് മൂന്നെണ്ണം ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. ഇപ്പം നിങ്ങൾ ഒരു അപ്രോച്ച് പറയുകയാണ്, അത് കുറച്ചുകൂടെ സമയം ലാഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ തിങ്ക് ദിസ് അപ്രോച്ച് വിൽ സേവ് ടൈം. അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് പറയണമെങ്കിൽ, ഫ്രം മൈ എക്സ്പീരിയൻസ് ദിസ് വർക്ക്സ് ബെറ്റർ. ആണോ, ഷോർട്ടാണ്, ക്ലിയർ ആണ്, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഷോർട്ട് സെൻറ്റൻസസ് കാമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന, ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്നതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരാളോട് എഗ്രി ചെയ്യണം, അയാളുടെ അഭിപ്രായത്തോട് എഗ്രി ചെയ്യണം. അപ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞേക്കാളും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടും കുറച്ചുകൂടെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ഫ്രേസസ് പഠിക്കാം. ഐ എഗ്രി വിത്ത് ദാറ്റ്. നിങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ യോജിക്കുന്നു, ഐ എഗ്രി വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ അതിൽ കാര്യമുണ്ട്, ദാറ്റ് മേക്സ് സെൻസ്. പറഞ്ഞത് ഒരു ലോജിക്കലായ കാര്യമാണ് എന്നുള്ള ഈ അർത്ഥത്തിൽ ദാറ്റ് മേക്സ് സെൻസ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കും എന്ന് പറയാൻ വേണ്ടി വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറെ ഫ്രേസാണ് ഐ ആം ഓൺ ദ സെയിം പേജ്. അത് ഇത് തന്നെ ഞാൻ പറയുന്ന കാര്യം തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനെ തിരിച്ചു ചോദിക്കാം. ആർ വി ഓൺ ദ സെയിം പേജ് ഓൺ ദിസ് എന്ന് ചോദിക്കാം. എന്നുവെച്ചാൽ നമ്മൾ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് ഒരേ സംഭവമാണോ, അതോ നിങ്ങൾ ചായ എന്ന് പറയുമ്പോൾ ഞാൻ കാപ്പി എന്നാണോ കേട്ടത് എന്നുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആർ വി ഓൺ ദ സെയിം പേജ് ഓൺ ദിസ്. അല്ലെങ്കിൽ ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു എന്ന് പറയാൻ വി ആർ ഓൺ ദ സെയിം പേജ്. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഒരാളോട് അനുകൂലിക്കുന്നതിന് പകരം അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നത്, അയാൾ പറയുന്നതിനെതിരെയാണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ വളരെ പൊലൈറ്റായിട്ടും പ്രൊഫഷണലായിട്ടും എങ്ങനെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഫ്രേസ് നോക്കാം. നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയണമെങ്കിൽ ഐ സീ യുവർ പോയിൻറ്റ് ബട്ട്, കേട്ടോ. എപ്പോഴും നമ്മൾ കുറച്ചുകൂടെ എംപത്തറ്റിക്കായി സംസാരിക്കണം. ഇത് വെച്ചാൽ നമ്മളൊരു യുദ്ധമല്ല ഇവിടെ, എതിർ കക്ഷികളും അല്ലെങ്കിൽ എതിർ രാജ്യങ്ങളും തമ്മിലുള്ള സന്ധി സംഭാഷണമല്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണേ, ഒരേ കമ്പനിയുടെ പോസിബിളി ഒരേ പ്രോജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളെ ഡീൽ ചെയ്യണ രണ്ട് ആൾക്കാരായിരിക്കും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നാക്കി കൊണ്ടുവരിക, അല്ലാണ്ട് ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യല്ലോ, എൻ്റെതാണ് നിന്നെക്കാൾ നല്ലത് അല്ലെങ്കിൽ നിൻ്റെ പൊട്ടയാണ് എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു അപ്രോച്ചേ നമ്മുടെ തലയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക്
ഇങ്ങനെയല്ല സംഭവങ്ങൾ ഡീൽ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വായിൽ വർത്തമാനങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പുരോഗമന രീതി എന്നുള്ള രീതിയിൽ നമ്മളെ സെൻറ്റൻസസ് ഫ്രേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സ്റ്റുഡൻസ് വരാറുണ്ടായിരുന്നു. അവർക്ക് അവർ നല്ല ഹൈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് യൂസ് കാരണം അവർക്ക് പൊതുവെ ഓഫീസിലധികം ആൾക്കാർക്ക് താല്പര്യമില്ല അവരെ. അപ്പോൾ അവർക്ക് ആൾക്കാർക്ക് അവരെ താല്പര്യമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്. വളരെ ഇങ്ങനെ എന്താ പറയുക, ബട്ടർ ചെയ്ത് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ജർമ്മനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അധികം ബട്ടർ ചെയ്യാൻ നിൽക്കാറില്ല. ചിക്ക് ചിക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളും അവതരിപ്പിക്കും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ രീതി ഉപയോഗിച്ചേ പറ്റൂ, എസ്പെഷ്യലി പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിൽ. അപ്പം ആ രീതിയിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്ത് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് നമ്മളൊരു മാന്യനാണെന്നൊരു ഫീൽ വരും. വേണമല്ലോ, മാന്യനാവണമല്ലോ നമ്മൾ. അപ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എസ്പെഷ്യലി ഡിസഗ്രി ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും കേട്ടോ. ഐ സീ യുവർ പോയിൻറ്റ് ബട്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളി മനസ്സിലാക്കാണ്ട് എതിർക്കുന്നതല്ല. അപ്പോൾ അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എംഫസൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ഹൗഎവർ, എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് തന്നെ ഹൗഎവർ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യട്ടെ, സജസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്, മേ ഐ സജസ്റ്റ് എൻ ഓൾട്ടർനേറ്റീവ്. ചെയ്തോട്ടെ, പൊളൈറ്റാണ്. മേ ഐ, ഞാൻ ചെയ്തോട്ടെ, വളരെ പൊളൈറ്റായി ചോദിക്കുക. മേ ഐ സജസ്റ്റ് ആൻ ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇതിന് പകരമുള്ള വേറൊരു അപ്രോച്ച് അല്ലെങ്കിൽ വേറൊരു പോയിൻ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ സീ യുവർ പോയിൻറ്റ് ബട്ട് ദ ടൈം ലൈൻ ഇസ് എ ബിറ്റ് ടൈറ്റ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അയാൾ പറയുന്ന അപ്രോച്ച് നല്ലതാണ്, പക്ഷേ ടൈം ലൈൻ നമുക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കണമെങ്കിൽ നമുക്ക് ഈ അപ്രോച്ച് അത്ര ശരിയാവുമോ എന്ന് സംശയമുണ്ട്. മനസ്സിലായോ? ശരിയാവില്ല എന്ന് പറയില്ല, സംശയമുണ്ട്, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ ഐ സീ യുവർ പോയിൻറ്റ് ബട്ട് ദ ടൈം ലൈൻ ഇസ് ടൈറ്റ്, അല്ലെങ്കിൽ ഇസ് എ ബിറ്റ് ടൈറ്റ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ അഗ്രസീവായിട്ട് പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? അല്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നൊരു കാരണം കൊണ്ട് ഇതിങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് അത് വളരെ പൊളൈറ്റും കോൺഫിഡൻറ്റുമായിട്ട് സംസാരിക്കുകയാണ്. അടുത്തത് നമുക്കൊരു പ്രോബ്ലം വരിക ക്ലാരിഫിക്കേഷൻ. നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ നമ്മൾ കുറച്ച് ഫ്രേസസ് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. അത് നോക്കാം. നമ്മുടെ പൊതുവെ ഒരു ചിന്താഗതിയാണ്, നമ്മൾ സംശയം ചോദിച്ചാൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഒരു എന്താ പറയുക ആർഗ്യുമെൻ്റ് ആകുമെന്ന്. ഇല്ല, പൊതുവെ കോൺഫിഡൻ്റായ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ എസ്പെഷ്യലി ജർമ്മനി വന്ന് വർക്ക് ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യമാണ്, നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ മൊത്തം ആ ഒരു മീറ്റിങ്ങിൽ തന്നെ അത് നല്ല ഫ്രൂട്ട്ഫുൾ ആക്കും. മാത്രമല്ല ചിലപ്പോൾ മറ്റേ പക്ഷത്ത് മിസ്സായി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ പോലും ചിന്തിക്കുക ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ കാരണം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ആ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിക്കണം. അല്ലാണ്ട് കാര്യം ഡു എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രം ചോദിക്കരുത്. ഒന്നുകൂടി പറയാമോ എന്നുള്ള പൊളൈറ്റ് ചോദിക്കാം. ഞാൻ പറയണത് ആ ചോദ്യങ്ങളെക്കാട്ടും നമ്മൾ കാര്യം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നോക്കാം. ഒന്നത് ക്ലാരിഫൈ ചെയ്ത് തരുമോ എന്ന് ചോദിക്കാൻ. കുഡ് യു പ്ലീസ് ക്ലാരിഫൈ ദാറ്റ്? എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ കുഡ് യു പ്ലീസ് ക്ലാരിഫൈ ദാറ്റ് അങ്ങനെ ചോദിക്കാം. പൊതുവെ സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ പൊക്കുകയാണ് നല്ലത്. നമ്മളല്ലാണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുക അത്ര നല്ല രീതിയല്ല. അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പോസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പറയാം കുഡ് യു പ്ലീസ് ക്ലാരിഫൈ ദാറ്റ് എന്ന് ചോദിക്കാം. പ്ലീസ്, കുഡ് യു പ്ലീസ്, ഇതൊക്കെ വളരെ പൊളൈറ്റായിട്ടുള്ള രീതികളാണ് കേട്ടോ ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ വേറൊരു സംഭവമാണ്, എനിക്കിങ്ങനെയാണ് മനസ്സിലായത് അതിനല്ലേ, ജസ്റ്റ് ടു കൺഫേം എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് എങ്ങനെയാണോ, ഡു യു മീൻ എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അടുത്ത മാസം എന്ന് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ, അതൊന്ന് ഉറപ്പ് വരുത്തുക. എങ്ങനെയാ, ജസ്റ്റ് ടു കൺഫേം ആർ വി ടോക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് മന്ത്? ഒന്ന് ഉറപ്പിക്കാനാണേ, അടുത്ത മാസം തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കണേ. ജസ്റ്റ് ടു കൺഫേം ആർ വി ടോക്കിംഗ് അബൌട്ട് നെക്സ്റ്റ് മന്ത്? ഇനി നമ്മളിപ്പോൾ റെഡി അല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ, എന്നാലും നമുക്ക് സംസാരിച്ചേ പറ്റൂ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് പൊതുവേ ലോങ് സെൻറ്റൻസസ് വേണം എന്നുള്ള ചിന്തയാണ് നമ്മൾ റെഡി അല്ല എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരുന്നത്. ഇതിന് ഒരു 3 പോയിൻറ്റ് മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് 3 കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലിയർ ആവും. ഒന്ന് പോയിൻറ്റ്,
രണ്ടാമത്തത് റീസൺ, മൂന്നാമത്തത് സ്റ്റോപ്പ്. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം. ആ സെൻറ്റൻസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അതിലെ പ്രശ്നം. സോ വാട്ട് ഐ വാസ് തിങ്കിങ് ഇസ് മേ ബി ദ റീസൺ ഇസ് ദാറ്റ് ദ ക്ലയൻറ്റ് എക്സ്പെക്റ്റേഷൻസ് ആർ ചേഞ്ചിങ് ആൻഡ് വി ഷുഡ് കൺസിഡർ. എന്തെങ്കിലും അതിൽ പറഞ്ഞോ? ഇല്ല. എന്തോ പ്രശ്നമുണ്ട് അയാൾക്കെന്ന് മാത്രമുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ കാര്യം പിടികിട്ടുന്നില്ല. ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഐ സജസ്റ്റ് ഡിലേയിങ് ദ ലോഞ്ച്, ദ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് ആർ സ്റ്റിൽ ചേഞ്ചിങ്. എന്നുവെച്ചാൽ നമുക്ക് ഈ ലോഞ്ച് ഇപ്പം നടത്തിയ പ്രശ്നം കാരണം റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്താൽ അതെവിടെ എത്തില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നിർത്തുന്നതാണ് നല്ലത്. കാരണം അവരുടെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. എന്താ കാര്യം? ഐ സജസ്റ്റ് ഡിലേയിങ് ദ ലോഞ്ച് നമുക്ക് തൽക്കാലം ഒന്ന് ഡിലേ ചെയ്യാം എന്നാണ് കാര്യം. അപ്പോൾ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ അതിൻ്റെ റീസൺ പറയണം. എന്താ റീസൺ? ലോഞ്ച് ഡിലേ ചെയ്യാൻ കാരണം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അവരാദ്യം ഒന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യുന്നത്. കാര്യം പറഞ്ഞു, കാരണം പറഞ്ഞു, സ്റ്റോപ്പ്. മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ്, സ്റ്റോപ്പ്. ഇനി കൂടുതൽ പറയണ്ട. അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക. കാരണം എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു പോയിന്റ് പുട്ട് ഫോർവേഡ് ചെയ്യുമ്പം എന്താ പൊതുവെ ഉണ്ടാകുന്ന വെച്ചാൽ അപ്പുറത്തെ വശത്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അപ്പോൾ അവർക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം നമ്മൾ സംസാരിക്കുമ്പോൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ആ പോസ് കിട്ടില്ല. സോ സ്റ്റോപ്പ്. നമ്മുടെ കാര്യം പറഞ്ഞു, കാരണം പറഞ്ഞു, ആൻഡ് സ്റ്റോപ്പ്. ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് സെൻറ്റൻസസ് മേക്ക് യു സൗണ്ട് മോർ കോൺഫിഡൻറ്റ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം ബോഡി ലാംഗ്വേജും നമ്മുടെ വോയിസുമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. പക്ഷെ അതൊരു 50% ഉള്ളൂ. ഐ കോൺടാക്റ്റ്, നമ്മൾ നോക്കി സംസാരിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ താഴത്തേക്ക് നോക്കി സംസാരിക്കുന്നത് കോൺഫിഡൻസ് ലോ ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മുടെ കാം ആൻഡ് സ്ലോ ആയിട്ടുള്ള സ്പീച്ച്. നമ്മൾ പതുക്കെ സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നേരത്തെ ഉണ്ടാവും. ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പുതിയ പോയിൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്കത് അപഗ്രഥിക്കാനുള്ള ടൈം കൊടുക്കണം. അതുകൊണ്ടാണ് സ്ലോ സ്പീച്ച് നമ്മൾ ശ്രദ്ധിക്കുക, പറയുന്നത് സ്ലോ ആക്കുക. പിന്നെ നമ്മൾ പലപ്പോഴും തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പറയണമെന്നാണ്. ആക്ച്വലി മീറ്റിങ്സിൽ അങ്ങനെയല്ല സംഭവിക്കാറ്. ആൾക്കാർ ടെൻഷൻ കാരണം ഭയങ്കര സ്പീഡിൽ പറയും. ആക്ച്വലി അതിൻ്റെ ഒരു കാര്യമില്ല. പതുക്കെ പറഞ്ഞാൽ മതി. അത് നമ്മൾ പ്രത്യേകം നമ്മളോട് തന്നെ ആ മീറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് പ്രെപ്പ് ചെയ്യണം. ഐ ഹാവ് ടു ടോക്ക് സ്ലോലി എന്നുള്ളത് പ്രെപ്പ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയണതിന് മുമ്പും ശേഷവും ഒന്ന് പോസ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് പറയുക, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ റീസൺ പറയുക. ഇത് കഴിഞ്ഞ് പോസ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പറയണതിന് മുമ്പും പിമ്പുമായിട്ടൊരു പോസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആക്ച്വലി പോസസ് ഭയങ്കര കോൺഫിഡൻസിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ നിങ്ങൾ ഈവൻ വലിയ നടന്മാരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ടാലും മനസ്സിലാവും. അവർ സംസാരിക്കുമ്പം ആ ഒരു ടൈംലി പോസ് ഉണ്ട്. പൊതുവെ നമ്മൾ വിചാരിക്കും നമ്മൾ ടൈം എടുക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ആക്ച്വലി നല്ല ആപ്റ്റായ സ്ഥലത്ത് പോസ് കൊടുക്കുന്നത് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നൊരു സംഭവമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ സംസാരിക്കും? മിസ്റ്റേക്സ് എല്ലാവരും വരുത്തുന്നതാണ്. അത് ഇംഗ്ലീഷിന് കുഴപ്പമില്ല. നമ്മൾ ചില സമയത്ത് നമ്മുടെ തോട്ട്സ് കറക്റ്റായി പോകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചില ഓവർസൈറ്റൊക്കെ കാരണം മിസ്റ്റേക്സ് നമ്മൾ പറയുമ്പോൾ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യാനാ? നമ്മളത് കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊന്നും ഇരിക്കരുത്. നമ്മൾ കാമായിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞു അടുത്ത മാസം എന്ന്, പക്ഷെ അത് അടുത്ത ആഴ്ചയായിരുന്നു. അപ്പോൾ പറയാം സോറി ഐ മെൻറ്റ് നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ സോറി വാട്ട് ഐ മീൻ ഇസ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞതിലൊരു അബദ്ധം പറ്റിയത് നമ്മൾ കറക്റ്റ് ചെയ്തു, ക്ലാരിഫൈ ചെയ്തു. അപ്പം അതിന് നമ്മളങ്ങനെ ഭയങ്കര തെറ്റിപ്പോയല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അപ്പോളജൈസ് ചെയ്ത് ഡ്രാമ കാണിക്കേണ്ട കാര്യമില്ല. ഒരു സിമ്പിൾ സോറിയിൽ അങ്ങ് ഒതുക്കാം. അപ്പോൾ അവർക്ക് ആ മാറ്ററിൽ നമ്മൾ വിട്ടുപോയ കാര്യം അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായല്ലോ. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. റിമെമ്പർ, മിസ്റ്റേക്സ് ഡു നോട്ട് റെഡ്യൂസ് കോൺഫിഡൻസ്, പക്ഷെ പാനിക്കിങ് റെഡ്യൂസസ് കോൺഫിഡൻസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. മിസ്റ്റേക്സ് അല്ല പ്രശ്നം, പാനിക് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ പാനിക് ചെയ്യാണ്ട് കാമായിട്ട് പറയാം. അപ്പോൾ ടു സമ്മറൈസ്, ഇതൊക്കെയാണ് പോയിൻറ്റ്സ്. യൂസ് സിമ്പിൾ സെൻറ്റൻസസ്, prepare the sentence starters, speak less, not more, pause and slow down.
അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ ഈ ഞാൻ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിൽ കുറച്ച് സ്ട്രാറ്റജീസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. മനഃപൂർവ്വം നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യണം. ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതിലത്തെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് മീറ്റിങ്ങിൽ അത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ശരിയാണ്, അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വലിയ ഡിഫറൻസസ് വരുത്താൻ പറ്റും. ഇത് ആനക്കാര്യമല്ല, എന്നാൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അധികം ബോധവാന്മാരല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ പഴയ രീതി തന്നെ തുടരും. പക്ഷെ നമുക്ക് ദ മോമെൻറ്റ് വി ആർ അവെയർ ഓഫ് ഇറ്റ് വി ക്യാൻ ചേഞ്ച് ദ വേ വി പെർസീവ് അവർ സെൽസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ശരിക്കും ജെന്യൂനായിട്ടൊരു ഗ്രാമർ ഒക്കെ പ്രോബ്ലം ഉണ്ട്, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പ്രൊഫഷണൽ ആൾക്കാർ എടുക്കണ ഒരു 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്സുകളല്ല അത്. ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക, അത്രയും മതി. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വരെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംശയങ്ങളും എല്ലാം ചോദിക്കുക. എത്ര പൊട്ട ചോദ്യമാണെങ്കിലും ചോദിക്കുക. കാരണം പൊട്ട ചോദ്യങ്ങളില്ല, നല്ല ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ പൊട്ടയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്ത് അത് ക്ലിയർ ആകുമ്പോൾ നല്ല കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് റെഡി ആക്കണമെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് കോഴ്സ്. 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഇറ്റ്സ് എ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ്. അതെടുത്ത് യു ക്യാൻ റിയലി forget about all the problems you have with English language and grammar. അതിന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി, easyenglishwithmini@gmail.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് അറിയിക്കണം. ഇഫ് there was 1 or 2 points where you had previously struggled with, do let me know. See you in the next video. Until then, bye-bye.